ഇന്നത്തെ ഡേ ഗ്രാറ്റിറ്റ്യൂഡുമായിട്ടാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതാണ് എൻ്റെ ഡയറി ആൻഡ് ഇതാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ബുക്ക്. സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ തന്നെ സ്ക്രിപ്റ്റാണ് എഴുതുന്നത്. ഈ വർഷം മൊത്തം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോണ കാര്യങ്ങൾ ഞാൻ നേരത്തെ എഴുതി വെക്കുന്ന ബുക്ക്. എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് നടന്നു കഴിഞ്ഞതായിട്ട് എഴുതും. ഇങ്ങനെ ചെയ്യണോണ്ട് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ. 2025 ജനുവരിയിൽ ഞാൻ ഡിസംബർ ആകുമ്പോഴേക്ക് നടക്കാൻ പോണ കാര്യങ്ങൾ ഡിസംബറിൽ എഴുതി വെച്ച് അന്ന് നിർത്തിയതാണ് കേട്ടോ. പിന്നെ ഈ ബുക്ക് എടുക്കുന്നത് ഇന്നാണ്. ഇനിയിപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എനിക്ക് റെസ്റ്റ് ഡേ ആക്കി തന്നെ കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്നിവിടെ ഒരു പണിയെടുക്കരുത് എന്നും പറഞ്ഞ് ഉച്ചക്കൽക്കുള്ള ഫുഡും വാങ്ങാൻ ഏൽപ്പിച്ചിട്ടാണ് ഇക്കാക്ക് പണിക്ക് പോയത്. എനിക്ക് കിട്ടിയ ഗിഫ്റ്റിനേക്കാളും വാല്യൂ ഉണ്ടേന് കേട്ടോ ഇക്കാക്ക് എന്നെ ഇങ്ങനെ പരിഗണിച്ചതിന്. ഇന്നത്തെ ദിവസം ഒരു രീതിയിലും എന്നെ സങ്കടപ്പെടുത്തരുതെന്നാണ് എൻ്റെ മക്കൾ വിചാരിച്ചത് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറയണതൊക്കെ അനുസരിച്ചിന്. ഓല അങ്ങനെ ആയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഓലപ്പ ചെയ്യുന്നത് കണ്ടിട്ടല്ലേ ഓല് പഠിക്കുക. ഇതാണ് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അബായ. ഇന്നത്തേക്കും വേണ്ടിക്ക് വാങ്ങി തന്നതാണ്. ഒന്ന് എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പും ഒന്ന് പിന്നെ ഇക്കാക്കൻ്റെ ഇഷ്ടത്തിനുമാണ് എടുത്തത്. പിന്നെ ഇക്കാക്ക് വന്നതിൻ്റെ നമ്മളൊന്ന് പുറത്ത് പോയിട്ടോ. നേരെ പോയത് എൻ്റെ കസിൻ്റെ റൂമിലേക്കാണ്. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. ഇനി അവിടെ എത്തിയപ്പോഴാണ് എന്നെ സർപ്രൈസ് ആക്കിക്കൊണ്ട് നാട്ടിൽ നിന്ന് എൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ചിക്കണ്. അത് കണ്ടതോടുകൂടി ഞാൻ ആകെ ഇമോഷണലായി. എന്തോ ഒരു തരം മിക്സഡ് ഫീലിംഗ് ഇനി സന്തോഷമാണോ സങ്കടമാണോ ഒന്നും മനസ്സിലാവണില്ല. ഞാൻ കുറേ ആൾക്കാർക്ക് ഗിഫ്റ്റ് ഡെലിവറി ചെയ്തണ്. ഈ ദിവസമാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ഒക്കെ ഫീലിംഗ്, ആ ഗിഫ്റ്റ് കിട്ടുമ്പോഴുള്ള ഫീലിംഗ് എന്താന്നുള്ളത് ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞിട്ടോ. പിന്നെ ഞങ്ങളിവിടെ ഒരു കേക്ക് വാങ്ങാനായിട്ട് ഇറങ്ങിട്ടോ. ഇതൊന്നും എൻ്റെ നിർബന്ധപ്രകാരം ചെയ്യുന്നതല്ല കേട്ടോ. മാഷാ അല്ലാ, ഓലെന്നെ ഹാപ്പി ആക്കി വെക്കാൻ വേണ്ടി ചെയ്യണ ഓരോരോ കാര്യങ്ങളാണ്. എനിക്കിതൊന്നും ഇല്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഓല് എന്നെ ഒരു ക്യൂനാക്കി മാറ്റിയെന്ന് വേണമെങ്കിൽ പറയട്ടോ. പിന്നെ ഈ ഒരു ഷോപ്പിലെ കേക്ക് ഉണ്ടല്ലോ, ഇത് നല്ല ടേസ്റ്റാണ്. ഇത് ഞാൻ പറയാൻ മറന്നുപോയി. ഇവിടുത്തെ കേക്ക് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഏത് കേക്കാണെങ്കിലും ഇതുവരെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയെടുത്തോളം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇവിടുത്തെ കേക്കുകളൊക്കെ മക്കളെ ബർത്ത്ഡേക്കും ഒക്കെ ഇവിടെ നിന്നാണ് കേക്ക് വാങ്ങല്. ഞാൻ വീഡിയോ എടുക്കണേ കണ്ടിട്ട് ആ കേക്ക് മേക്കർ എൻ്റെ മുന്നിലേക്ക് കേക്ക് കൊണ്ടുവന്ന് കാണിച്ചു തന്നതാട്ടോ അത്. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ ചോക്ലേറ്റും തന്ന് അവിടുന്ന്. ഈ ഒരു കേക്ക് ഉണ്ടല്ലോ, ഈ ഒരു ഫ്ലേവർ വാങ്ങാൻ വേണ്ടിയിട്ടേനെ കേട്ടോ നമ്മൾ പോയിനിയത്. പക്ഷേ ഇത് അവിടെ അല്ലേനി ആ ടൈമിന്. ഇത് റാഫല്ലോ കേക്കാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇവിടുത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് ഈ റാഫല്ലോ ആണ്. പക്ഷേ അതില്ലേനി. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സ്മോൾ ഒരു ചെറിയ ബെൻഡോ കേക്ക് ഉണ്ടേനി. അപ്പോൾ അത് വാങ്ങി. പിന്നെ വലിയൊരു കേക്കും വാങ്ങിട്ടോ. പിന്നെ അവിടുന്ന് ആ കേക്കൊക്കെ വാങ്ങി നേരെ ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ജിദ്ദ പാർക്ക് മാളിൻ്റെ ഫ്രണ്ടിലുള്ള ഹയാൽ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്കാട്ടോ പോണത്. ഇവിടെ എത്തിയപ്പോഴാണ് ഓർത്തത് ഞാൻ അബായൻ്റെ ഒരു ഷോട്ട് ഇട്ടീനി. അപ്പോൾ അബായ എവിടുന്നാണ് വാങ്ങിയത് എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നേനി. അപ്പോൾ ഞാൻ സെറാഫി മാൾ എന്ന് പറഞ്ഞപ്പം അത് എവിടെയാണ് ജിദ്ദയിലെന്ന് ചോദിച്ചിനി. ഈ ജിദ്ദ പാർക്ക് മാളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഐക്കേൻ്റെയും എക്സ്ട്രാൻ്റെയും ഒക്കെ തൊട്ടടുത്താണ് ഈ സെറാഫി മാൾ വരുന്നത് കേട്ടോ. എനിക്ക് സ്ഥലം കറക്റ്റ് പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്ഥലത്തിൻ്റെ പേര് പറയാത്തത്. ജിദ്ദ പാർക്ക് മാൾ എന്തായാലും അറിയാൻ മതിയാവുമല്ലോ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ സീറ്റ് കിട്ടാൻ കുറച്ച് പണി കേട്ടോ, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ പുറത്തൊക്കെ നിന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഉള്ളിലേക്ക് കയറിപ്പോയത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. ചെടികളും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കണ്ട് കേക്ക് മുറിക്കാന്നും പറഞ്ഞ് ഞാൻ കേക്ക് എടുത്ത് കണ്ട് കേക്കിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ആൾ വന്ന് കണ്ട് ഇന്ന് ബർത്ത്ഡേ ആണോ നമ്മൾ സെറ്റാക്കി തരാമെന്നും പറഞ്ഞു കണ്ട് കേക്ക് എടുത്ത് കൊണ്ടുപോയിട്ട് പിന്നെ എല്ലാവരും കൂടെ വന്ന് ഹാപ്പി ബർത്ത്ഡേ എന്നും പറഞ്ഞു കണ്ട് ആ കേക്ക് കൊണ്ടുപോയി തന്നിട്ടോ. അത് ഭയങ്കര രസമുണ്ടേനി. ആ റെസ്റ്റോറൻറ്റ് മൊത്തം അറിഞ്ഞിട്ടോ എൻ്റെ ബർത്ത്ഡേ ആണ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഫുഡ് കഴിക്കണ ഓരോരുത്തരും എഴുന്നേറ്റ് വന്നുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് ഹാപ്പി ബർത്ത്ഡേ പറയേനി. എനിക്കിതൊക്കെ ഞാൻ വേറെ ഏതോ ഒരു ലോകത്തേക്കൊക്കെ പോയ പോലെ ആയിട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നാട്ടിൽ നിന്ന് ഉമ്മ കൊടുത്തയച്ച ഗിഫ്റ്റ് പൊട്ടിക്കാമെന്ന് വിചാരിച്ച്
പക്ഷേ ഇമ്മ നല്ലോണം ഇതൊക്കെ ഒട്ടിച്ചിട്ട് കൊടുത്തയച്ചതുകൊണ്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാൻ, അത് പൊട്ടിപ്പോവോ എന്തെങ്കിലും ആയി പോവോ എന്ന് വിചാരിച്ചിട്ട് ഇമ്മ നല്ലോണം ഒട്ടിച്ചിട്ടാണ് കൊടുത്തയച്ചത്. ഇമ്മ അതിലൊരു ബ്രൗണിയും പിന്നെ എനിക്കൊരു ഡ്രസ്സും, എനിക്കും മോക്കും സെയിം ഡ്രസ്സ് കേട്ടോ. എനിക്ക് കിട്ടിയിട്ട് മോക്കില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് എനിക്കും മോക്കും ഒരേ മാതിരത്തെ ഒരു ഡ്രസ്സുമാണ് കേട്ടോ അതിൽ വെച്ചത്. എൻ്റെ അമ്മ ഒരു കേക്ക് മേക്കറാണ്. അതുകൊണ്ട് തന്നെ എന്താ അറിയില്ല, എനിക്ക് എൻ്റെ അമ്മ ആയതുകൊണ്ട് പറയില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള കേക്കിൽ വെച്ചിട്ട് എൻ്റെ അമ്മ ഉണ്ടാക്കണ കേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേക്ക്. നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോഴത്തേ ബ്രൗണിൻ്റെ മേൽഭാഗമൊക്കെ പൊട്ടിപ്പോയിന് കേട്ടോ. പിന്നെ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയേ. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു വർഷം കറക്റ്റായി. കഴിഞ്ഞ വർഷം എൻ്റെ ബർത്ത്ഡേൻ്റെ പിറ്റേന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അന്നത്തെ ദിവസം ഇതേപോലെ ഞാനൊരു ബെല്ലടി കേട്ടിട്ടാണ് ഉണർന്ന് വാതിൽ തുറന്നപ്പോൾ എൻ്റെ അമ്മ കേക്കും പിടിച്ച് കണ്ട് കൊലായിൽ ഇങ്ങനെ നിൽക്കേനി. അതും എൻ്റെ അമ്മ എന്നെ ഭയങ്കരമായിട്ട് സർപ്രൈസ് ചെയ്ത് കണ്ട് ചെയ്തൊരു സംഭവം. അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടുന്ന് ഒരിക്കലും ഇമ്മ ഇങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന ഞാൻ മനസ്സിൽ പോലും, നാട്ടിൽ നിന്നാണെങ്കിൽ ഒരു സ്കോപ്പുണ്ട്, ഇമ്മ കേക്ക് ഉണ്ടാക്കുന്നതാണ്, ഇമ്മ കേക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി തരും, എന്തെങ്കിലുമൊക്കെ ഉമ്മ തരുന്നുള്ള ആ ഒരു ഇതുണ്ട്. പക്ഷേ ഇവിടേക്ക് ഇങ്ങനെ തരാൻ കഴിയില്ലല്ലോ. ഞാൻ തീരെ പ്രതീക്ഷിക്കാതാണ് ഇന്നത്തെ ഈ ഗിഫ്റ്റ് എനിക്കിവിടെ എത്തിയത്. ഇത് ഞാൻ ശരിക്കും സർപ്രൈസായി പറഞ്ഞാൽ ശരിക്കും സർപ്രൈസായി. അങ്ങനെ ഇന്നത്തെ എൻ്റെ അമ്മയും എൻ്റെ അക്കാക്കിയും എൻ്റെ മക്കളും ഒക്കെ കൂടി ഭയങ്കര സ്പെഷ്യലാക്കി തന്നു. ഇങ്ങനെ സ്നേഹിക്കാൻ ആൾക്കാരുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അൽഹംദുലില്ലാ. അങ്ങനെ ഇവിടുത്തതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, കഴിഞ്ഞ എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോക്ക് നിങ്ങൾ നല്ല സപ്പോർട്ടാണ് നിങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കുറേ ആൾക്കാർക്ക് എന്നെ പറ്റി അറിയാനും ഞാൻ എവിടെ ജിദ്ദയിൽ നിൽക്കണത്, എവിടെയാണ് ഞാൻ എന്താ ചെയ്യണത്, വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനെ പല ചോദ്യങ്ങളായിട്ട് കുറേ ആൾക്കാർ കമൻ്റ് ഇട്ടിണ്. എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ നിങ്ങൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ഉള്ള മറുപടി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.